നമസ്കാരം. വി ദ പീപ്പിൾ. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന രണ്ടാമത്തെ മന്ത്രിസഭ അതിൻ്റെ 3-ാം വാർഷികം പൂർത്തിയാക്കിയ ദിവസമാണ് ഇന്ന്. ഈ വിഷയമാണ്, ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂക്കി വിളിക്കാനും ഒച്ചയിടാനും കുറ്റം പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശദീകരിക്കാനുമാണ് പ്രയാസം എന്ന എൻ്റെ ഉദ്ധരണി ഇന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു സർക്കാർ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾ എങ്ങനെ നേരിടുന്നു, അത്യാഹിതങ്ങളും വിപത്തുകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഒപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങൾ എങ്ങനെ കൈക്കൊള്ളുന്നു, എങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ച് വേണം ഏതൊരു സർക്കാരിനെയും വിലയിരുത്താൻ. പിണറായി വിജയൻ സർക്കാരും അത് അർഹിക്കുന്നു എന്ന് ആ സർക്കാരിൻ്റെ, ആ മന്ത്രിസഭയുടെ ഈ പിറന്നാൾ ദിവസം എനിക്ക് തോന്നിപ്പോവുകയാണ്. നമുക്കിത് എങ്ങനെ തുടങ്ങി വയ്ക്കാം രാജേന്ദ്ര? എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. ഞാൻ ബംഗാളിലെ ഒരുപാട് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ അവിടെയെല്ലാം ചെന്ന് നമ്മൾ ഏതൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവർ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസും BJPയും ഇടതുപക്ഷവും വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ ശക്തമായ രീതിയിൽ പല മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഇവിടെ കാലങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അവരോട് ചോദിക്കുകയാണ്, കാരണം ഇപ്പോൾ ഉള്ള സർക്കാരിനെതിരെ വലിയ ജനവികാരമാണ്. അഴിമതിയിൽ അങ്ങോട്ട് ആകെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരാണ് മമതാ ബാനർജി സർക്കാർ. അപ്പോൾ അവരോട് ചോദിക്കുന്നു, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അവരുടെ എല്ലാം ഈ മുഖം വിടരുകയും അവർ പല പല രാഷ്ട്രീയ പാർട്ടി, പലരും BJPക്കാരാണ്, പലരും തൃണമൂൽ. പക്ഷെ അവരെല്ലാം ഏക സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അഴിമതി എന്ന ഒന്നേ ഉണ്ടായിരുന്നില്ല. ഈ അഴിമതി എന്നൊരു അഴിമതി ആരോപണം പോലും ഉണ്ടായിരുന്നില്ല 34 വർഷം പിരിച്ച്. പതിറ്റാണ്ടുകൾ അതിജീവിച്ച ഒരു ഓർമ്മയാണത്. അതായത് 34 വർഷത്തിനിടയിൽ ഒരു ചൂണ്ടിക്കാണിക്കാൻ അഴിമതി പോയിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിനെ വിലയിരുത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒന്നാം പിണറായി സർക്കാരും കഴിഞ്ഞു, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു 3 വർഷം കഴിഞ്ഞു. 8 വർഷത്തിനിടയിൽ ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ഈ ഒരു അഴിമതി പോയി ഒരു അഴിമതി, ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം പോലും ഈ മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഒഴികെയുള്ള ഏത് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കോ, അവിടെയെല്ലാം നമുക്ക് ഇതല്ലാതെ ഒന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഇപ്പോൾ ഈ മോദി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്രയും ഘട്ടങ്ങൾ, ഈ 5ാം ഘട്ടവും കഴിഞ്ഞ സമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം തന്നെ വിയർക്കുകയാണ്. അവരേറ്റവും വേട്ടയാടുന്ന വിഷയം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. നമ്മൾ ഓരോരോ സർക്കാരുകൾ നോക്കുക, സംസ്ഥാന സർക്കാരുകൾ ഓരോന്നായി നോക്കുക, എല്ലാ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ 8 വർഷക്കാലം ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഗൗരവതരമായ അഴിമതി പോയി ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയി അദ്ദേഹം മടങ്ങിയെത്തുന്ന അന്ന്, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മനോരമയുടെ ഒരു വാർത്തയാണ്. അതായത് രഹസ്യം ബാക്കി വെച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഒന്നും പറയാനില്ല. അതായത് രഹസ്യം ബാക്കി വെച്ച് മുഖ്യമന്ത്രിയുടെ മടക്കം എന്ന് പറഞ്ഞ് ഈ സർക്കാരിനെതിരെ ഒന്നും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ ഒരു രഹസ്യമെന്നൊരു ദുരൂഹത പടർത്തി ആ ഒറ്റ സംഭവത്തിൽ തന്നെ ഇത്തരം മാധ്യമങ്ങളുടെ ഒരുപാട് വാർത്തകൾ പൊളിഞ്ഞു വീണു. ആ പൊളിഞ്ഞു വീണ വാർത്തകളിൽ കൂടെ ചവിട്ടിയാണ് സത്യത്തിൽ പിണറായി വിജയൻ തിരിച്ചെത്തിയിരിക്കുന്നത്. തീർച്ചയായും. എന്നിട്ടാണ് ഈ തരത്തിലുള്ള ഒരു അത് പുലർച്ചെ വന്നതുപോലും ദുരൂഹതയെ കലർത്തിയിട്ടാണ് പറയുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും അങ്ങനെ. അതായത് നമുക്കറിയാം, ജനവികാരം ഏറ്റവും ശക്തമാകുക, ഒരു സർക്കാരിനെതിരെയുള്ള ജനവികാരം ഏറ്റവും ശക്തമാവുക ഈ അഴിമതി എന്ന വിഷയം മുൻനിർത്തിയാണ്. ഒരു സംശയം വേണ്ട, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതൊന്നുമില്ല, ഒരു 100% ഒരു പ്രതിച്ഛായ. അതുതന്നെയാണ് നമ്മൾ ഈ 8 വർഷം പൂർത്തിയാകുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഷമി, പിണറായി വിജയൻ സർക്കാരിൻ്റെ പിറന്നാൾ ചിന്തകൾ, അതിന് ഷമി കൊടുക്കുന്ന ഒരു ആമുഖം എന്താണ്? എൻ്റെ ഓർമ്മ പോകുന്നത് 2021 തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്കാണ്.
അത് ആ കോവിഡിൻ്റെ ഏതാണ്ടൊരു ഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, പിണറായി സർക്കാർ എന്ന് പറയുന്നത് 2017 ഓക്കി വരികയാണ്, 2018 മഹാപ്രളയം, 2019 വീണ്ടും ഒരു പ്രളയം, 2020 കോവിഡ്. അങ്ങനെ ഈ ഒരു ദുരന്തകാല, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഫേസ് ചെയ്തിട്ടില്ലാത്ത പ്രതിസന്ധിയെ നേരിട്ട് മുന്നോട്ട് പോയ ആളാരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് നമുക്ക്, കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ അടുത്തടുത്ത് നിന്ന് കണ്ടിട്ടുള്ളത് 2017 ഓക്കി വരുന്ന സമയത്ത് ഞാൻ കൊല്ലത്താണ്. അവിടെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാഗത്തെ ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ 18 മഹാപ്രളയം പാണ്ടനാട്ട് നിന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും അതിനെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഒരു ഭരണകൂടം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അന്നെല്ലാം വളരെ പുച്ഛത്തോടു കൂടി പറയുകയായിരുന്നു, കിറ്റ് കൊടുത്ത് ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ഫീൽഡിൽ ഇറങ്ങി പോയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ വെളിയിലിറങ്ങി ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു സംവിധാനം, അങ്ങനെ എന്തെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയെടുത്തിട്ടാണ് ഈ ഒരു മഹാദുരന്തത്തിൻ്റെ കാലഘട്ടം കടന്നു വന്നത്. ആ കടന്നു വന്ന ഒരു സർക്കാരിനെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും നമ്മൾ സെക്രട്ടേറിയറ്റിൽ പ്ലഗിലൊരു ഫാൻ കുത്തിയപ്പോൾ എന്തോ പുകയും കരിയും വന്നു എന്ന് പറഞ്ഞ് പത്രത്തിൻ്റെ 1-ാം പേജിൽ കേരളം സെക്രട്ടേറിയറ്റ് കത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വരുന്നത്. പിന്നീട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുന്ന എന്തെല്ലാം തരം സമരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഇല്ലാത്ത ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു കഥ ഇനി വരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധനം എവിടെ പോയി? ഈ ആഴക്കടൽ മത്സ്യബന്ധനം അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഇല്ലാത്ത കഥകളുടെ ഒരു മഹാപ്രളയം കൂടിയായിരുന്നു ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനെയൊക്കെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും എടുത്ത് എന്താ പറയുക, 4ആയിട്ട് മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്ന് ജനം പറയും. 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു സർക്കാർ, രണ്ടാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന്. നിസ്സാരപ്പെട്ട കാര്യമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടമാണ്. അതെ, ഷമ്മി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ആ കോവിഡിൻ്റെ ഭീതി വിട്ട് നിൽക്കാതിരിക്കെ നിയന്ത്രണങ്ങളിൽ തന്നെ കേരളം നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ്റെ ഈ സർക്കാർ, രണ്ടാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളെ മാത്രം വിളിച്ചുകൂട്ടി അവർക്ക് മുമ്പിൽ ഒരു സത്യപ്രതിജ്ഞ, അതുപോലും പാടില്ലായിരുന്നു എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അഭിപ്രായം പറയുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണ തുടർച്ച ഉണ്ടായിട്ട്, അടിയന്തരാവസ്ഥ കാലത്ത് അച്യുതമേനോനാണ് മറ്റൊരു ഒരു ഭരണ തുടർച്ച ഉണ്ടായത്. കൃത്യമായിട്ട് ഭരണ തുടർച്ച ഉണ്ടായിട്ട് അത് ആഘോഷിക്കാതെ ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ, ഒരു ചെറിയ ചടങ്ങിൽ ഒതുക്കിയത് ശരിയായില്ല. പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ പോലും അല്ല, അതെ, അത് വന്നില്ല. ചെറിയൊരു എന്ന വിമർശനം അപ്പുറത്ത്. അപ്പോൾ അത്യാവേശത്തിൻ്റെയും അതിജാഗ്രതയുടെയും ഒക്കെ ഇടയിൽ നിന്ന് യാഥാർത്ഥ്യബോധത്തോടെ ആ സർക്കാർ അധികാരമേറ്റത് അത് തന്നെ ഒരു പ്രതീകാത്മകമാണ്. ആ സർക്കാരിൻ്റെ തന്നെ രീതികളുടെ ഒരു അമിതാവേശം കാണിക്കാത്ത യുക്തിബോധത്തോടെയുള്ള നിലപാടുകളുടെ ഒരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിജു കൂട്ടിച്ചേർക്കും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് 2 വാക്കുകൾ, അതിൻ്റെ പ്രയോഗവൽക്കരണം. 1 ഇച്ഛാശക്തി, 2 സർവ്വതല സ്പർശിയായ വികസനം. എന്താണ് ഇച്ഛാശക്തി? ഒരു ഭരണകർത്താവിൻ്റെ ഇച്ഛാശക്തി എന്താണെന്ന്, എന്താണ് സർവ്വതല സ്പർശിയായ വികസനമെന്ന് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ 8 വർഷം. അതിൽ ഇച്ഛാശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ MD തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വല്ലാത്തൊരു മുഴക്കം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ആ മുഴക്കം എന്ന് പറഞ്ഞാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടതാണ്. നിതിൻ ഗഡ്കരി അദ്ദേഹത്തിനുമായിട്ടുള്ളൊരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ് പിണറായി വിജയൻ അല്ല വേറൊരു ആളായിരുന്നുവെങ്കിൽ കേരളത്തിലെ ദേശീയപാത വികസനം നടക്കില്ല. അതാണ് ഒരു ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് അത് ഇച്ഛാശക്തിയാണ്. അത് നടക്കില്ല എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മയുണ്ട്. ഈ 2 കാര്യങ്ങൾ, ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനും യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയനെ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതാ പറഞ്ഞ് ഇച്ഛാശക്തി എന്താണെന്നുള്ളത് നമുക്ക് പ്രയോഗത്തിൽ കാണിച്ചു തന്ന ഒരു ഗവൺമെൻറ്. പിന്നെയാണ് സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറയുന്നത്. ഏത് മേഖലയാണ് സ്പർശിക്കാതിരുന്നത്? ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ. കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ എടുത്തു നോക്കൂ. ഈ 8 വർഷത്തിന് മുമ്പുള്ള സ്കൂളുകളുടെ അവസ്ഥയും ഈ 8 വർഷത്തിന് ശേഷമുള്ള സ്കൂളുകളുടെ അവസ്ഥ എടുത്തു നോക്കൂ. ആ മലാപ്പറമ്പ് സ്കൂളിൻ്റെ വാർത്തകൾ മാധ്യമങ്ങൾ ആഴ്ചകളോളം കൊണ്ട് നടന്ന ആ സ്കൂളിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളല്ലേ? അടിസ്ഥാന സൗകര്യ മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കൊണ്ടുവന്നത്?
അതോടൊപ്പം തന്നെ പൂട്ടിക്കിടന്ന് ഇത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്രം പൂട്ടിച്ച സാധനമാണ്, അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലേ? അങ്ങനെ എന്തായാലും ഇനി തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞാണ് അവർ സമ്മതിക്കുന്നതാണ്. വിഴിഞ്ഞം പദ്ധതി ഇങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. എന്താണ് ഇച്ഛാശക്തി എന്ന് ജനത്തിന് ബോധ്യപ്പെട്ട 8 വർഷങ്ങൾ. അതിൽ ഈ പ്രധാനപ്പെട്ട ഈ 3 വർഷത്തിൽ ഇപ്പോൾ ആദ്യ സർക്കാർ വന്നപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലെടുത്ത നിലപാടുകൾ. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകളാണ്. ലോകത്ത് തന്നെ അത്ഭുതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വായിച്ചറിഞ്ഞ ഒരു ഇതില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റിൽ, ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു വലിയൊരു ഭവന പദ്ധതി തുടങ്ങുമെന്ന് പറഞ്ഞു. 5 ലക്ഷം വീട്, വിഭവപരിമിതമായ ഒരു സംസ്ഥാനം 5 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക നിസ്സാര കാര്യമില്ല. അതിനെ ഈ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇത്രയധികം പ്രതിസന്ധികൾ നിന്നുകൊണ്ടൊരു സർക്കാർ ഇത്രയും വികസനം കൊണ്ടുവന്നിട്ടില്ല. കേരളത്തിലെ സർക്കാർ നേരിട്ടത് ആരൊക്കെയാണ്? കേരളത്തിലെ പ്രതിപക്ഷത്തെ മാത്രമല്ല, കേന്ദ്രത്തിൽ മോദി എന്ന് പറയുന്ന വിപത്തിനെ നേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ മാധ്യമങ്ങളുടെ വല്ലാത്ത ആക്രമണം, എത്ര ആരോപണങ്ങൾ എല്ലാം പൊളിച്ചു തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ഈ 8 വർഷത്തെ ഈ 3 വർഷത്തിൽ ഇച്ഛാശക്തി, സർവ്വതല സ്പർശിയായ വികസനം, അതുതന്നെയാണ് ഈ സർക്കാർ. അതുതന്നെയാണ് നമ്മൾ ഊന്നി പറയേണ്ടത്. ഭരിക്കുന്ന ജനതയ്ക്കും അത് നോക്കി നിൽക്കുന്ന പുറം നാടുകൾക്കും എന്ത് സന്ദേശം കൊടുക്കുന്നു എന്നതാണ് ഒരു സർക്കാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ അത് നമ്മളുടെ അനുഭവങ്ങളിലാണ് ആ വിലയിരുത്തലിൻ്റെ താക്കോൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വായിക്കുന്ന വാർത്തകളിലല്ല, നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിലല്ല, നമ്മൾ കാണുന്ന ടെലിവിഷൻ ദൃശ്യങ്ങളിലല്ല, നമ്മുടെ തന്നെ അനുഭവങ്ങളിലാണ് നമ്മുടെ വിലയിരുത്തലുകളുടെ താക്കോൽ ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പിണറായി വിജയൻ എന്നല്ല മാവേലി തമ്പുരാൻ ഭരിച്ചാലും ചിലപ്പോൾ നടക്കണം എന്നില്ല. ആഗ്രഹങ്ങളും അനുഭവങ്ങളും തമ്മിലുള്ള ആ വിടവുണ്ടല്ലോ, ആ അകലം എങ്ങനെ കുറഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് നോക്കാവുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എവിടേക്കാണ് കേരളം പോകുന്നത് പിണറായി വിജയൻ്റെ 2ാമത്തെ മന്ത്രിസഭയുടെ ഭരണത്തിന് ശേഷം എന്ന്. ഇപ്പോൾ കണക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത് ഇങ്ങനൊരു ചർച്ചയിൽ അത്ര നടക്കുന്നൊരു കാര്യമല്ല. എങ്കിൽ പോലും ഈ മൊത്തം ആഭ്യന്തരോൽപാദനം അത് കൂടിയ ഒരു കാലമാണ്. തനത് വരുമാന വികസനം അത് കൂടിയ ഒരു കാലമാണ്. പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനം, ഒരാൾക്ക് എത്ര വരുമാനമുണ്ട് എന്നത് അത് കൂടിയൊരു കാലമാണ് കേരളത്തിൽ. ഇത് ഇന്ത്യക്ക് തന്നെ മാതൃകയായ വിധത്തിലാണ് ഈ തോതിലൊക്കെയുള്ള, ഈ രീതിയിലൊക്കെ, ഈ വിധാനങ്ങളിലൊക്കെയുള്ള വളർച്ച കേരളം ആർജിച്ചിരിക്കുന്നത്. 2022-23 അതാണല്ലോ സാമ്പത്തിക വർഷം അവസാനത്തത്. അതിൽ 22.1% വളർച്ച നമ്മുടെ ആലങ്കാരികമായി നമ്മൾ പറയുന്ന ഈ കൊച്ചു കേരളം കൈവരിച്ചു എന്നത് വലിയ അഭിമാനകരമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കേരളം ദേശീയ തലത്തിൽ തന്നെ 1ാമത്തെ സംസ്ഥാനമായി നിലനിൽക്കുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. ഈ നിർമ്മിത വ്യവസായങ്ങളുടെയും നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നൂതന വ്യവസായങ്ങളുടെയൊക്കെ ഒരു ഹബ്ബായിട്ട് കേരളം മാറുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ അതിജീവന സ്വപ്നങ്ങളുടെ ഒരു ഭ്രമണകേന്ദ്രമായിട്ടാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. മാനവികത ഇവിടെയാണ് പുലരുന്നത് എന്ന് നമുക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ നോക്കി പറയാവുന്ന തരത്തിൽ മാനവികതയുടെ ഭ്രമണകേന്ദ്രമായിട്ടാണ് കേരളം നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് 2 കാര്യം നമ്മൾ പെട്ടെന്ന് എടുത്ത് പറയേണ്ട 2 കാര്യങ്ങളുണ്ട് എനിക്ക്. അതായത് ഒന്ന്, ഈ ദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പട്ടിണി പാവങ്ങളില്ലാത്ത സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ അതിദരിദ്രരെ കണ്ടെത്തി അവരിലേക്ക് അവരുടെ മാനം കെടുത്താതെ വിഭവങ്ങൾ എത്തിച്ച ആ ഒരു യത്നമുണ്ടല്ലോ. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയണ്ടേ, ഈ വീട് വെച്ച് കൊടുത്തിട്ട് മോദി സർക്കാർ വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ മോദിയുടെ പടം വെക്കണമെന്ന് പറഞ്ഞെടുത്താണ് ഇവിടെ ഒരു പടവും വെക്കേണ്ട, ഒരു പേരും വെക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടെടുത്തൊരു സാധനം. അത് പറയുമ്പോൾ ഈ പെട്രോൾ പമ്പിലും കണ്ട കക്കൂസിലും എല്ലാം കൊണ്ട് പടം വെച്ച മോദി ഉണ്ടല്ലോ. അവസാനം കോവിഡിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് വാക്സിൻ പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പടം പിൻവലിച്ച മോദി. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ഒരു പടവും വെക്കാതെയാണ് വലിയ നേട്ടങ്ങൾ കേരളം കൊയ്തെടുത്തതെന്ന് പറയേണ്ടി വരിക. ഇതിനകത്ത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ്റെത് വേറൊരു മാനം എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷന് 62 ലക്ഷം പേർക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിനകത്തൊരു വലിയൊരു സാമൂഹിക കാഴ്ചപ്പാടുണ്ട്. അതായത് 60 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞ ആൾക്കാർ പ്രൊഡക്റ്റീവ് അല്ല, കുടുംബത്തിൽ ഇവർ ബാധ്യതയാണ്. കേരളത്തിൻ്റെ അറിയാലോ, ആ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്.
ഒരു 60-70 വയസ്സുള്ള ഒരു അപ്പൂപ്പനും അമ്മമ്മയുള്ള വീട്ടിൽ 2 പേർക്ക് കൂടി ഒരു മാസം 2400 രൂപ കിട്ടുക. 4 മാസം ആകുമ്പോഴത്തേക്ക് വലിയ 3000 കിട്ടുവാണ്. ഇത് ആ കുടുംബത്തിൽ അവരും പ്രൊഡക്റ്റീവാക്കി മാറ്റുക. അങ്ങനെ ഒരു വലിയ കരുതലും കൂടി അതിനകത്തുണ്ട്. വെറുതെ ഈ ആൾക്കാർ പറഞ്ഞ 62 ലക്ഷം പേർക്ക് പൈസ കൊടുത്ത് ഗിമ്മിക്കൊന്നും അല്ല. അത് കൃത്യമായ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യേണ്ടതെന്നുള്ളത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇപ്പോൾ പെൻഷൻ നമ്മുടെ BJPയുടെ ഒരു പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മലാ സീതാരാമൻ്റെയൊക്കെ ഒരു എക്കണോമിക്സ് അനുസരിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ, അതുപോലെ ലൈഫ് പദ്ധതി, നല്ല പൊതുവിദ്യാലയങ്ങൾ, നല്ല സർക്കാർ ആശുപത്രി, ഇതെല്ലാം തന്നെ ഇതൊന്നും പ്രൊഡക്റ്റീവല്ല, ഇതൊന്നുമല്ല വികസനം, ഇതിനൊന്നും വേണ്ടി പണം ചെലവഴിക്കരുത്. ഇത്രയും ന്യായങ്ങൾ പറഞ്ഞാണ് കേരളത്തിനുള്ള സാമ്പത്തിക സഹായമെല്ലാം തടഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്തെന്നല്ല, അത് ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. നമ്മുടെ ഒറീസയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒറീസയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി. ആ BJPയുടെ പ്രകടന പത്രികയുടെ ഒരു വാഗ്ദാനം എന്നാൽ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒറീസയിലെ എല്ലാ സ്ത്രീകൾക്കും 50,000 രൂപയുടെ വൗച്ചർ നൽകുമെന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2 രൂപയ്ക്ക് അരി നൽകും, സൗജന്യമായി കുട്ടികൾക്ക് സൈക്കിൾ നൽകും, സൗജന്യ വിദ്യാഭ്യാസം നൽകും. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധേയമാകുന്നത് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ശേഷിയില്ലാത്ത ആൾക്കാരാണെന്നത് ഒന്ന്. 2 രൂപയ്ക്ക് അരി കിട്ടിക്കഴിഞ്ഞാൽ ഈ പൊതുവിപണിയിൽ അരിയുടെ വില ഒരു പരിധി കഴിഞ്ഞ് വർദ്ധിക്കില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും 50,000 രൂപയുടെ വൗച്ചറാണ്. അതിൻ്റെ രസം എന്തെന്നാൽ, അതിൻ്റെ ഒരു എക്കണോമിക്സ് എന്തെന്നാൽ, ആ ഒറീസ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ 50,000 രൂപ വെച്ച് കേട്ടോ, 50,000 രൂപ വീതം, 50,000 രൂപ വീതം ഈ വൗച്ചർ നൽകണമെങ്കിൽ ആകെ 2 ലക്ഷം കോടി രൂപ വേണമെന്നാണ് പറഞ്ഞത്. 2 ലക്ഷം കോടി രൂപ. ഒറീസ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിലേതുപോലെ ഈ ക്ഷേമ പെൻഷൻ നൽകും, അതുമല്ലെങ്കിൽ നല്ല വീടുകൾ നൽകും, അതൊന്നും അത്തരത്തിലുള്ളൊരു അജണ്ടയുമില്ല. കാരണം ഇത്തരം അജണ്ടകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ പഞ്ചാബിൽ ശിരോമണി അകാലിദളിൻ്റെ പ്രകടന പത്രികയിൽ അവർ ഉന്നയിച്ച ഒരു പ്രധാന വാഗ്ദാനം എന്നാൽ, ശിരോമണി അകാലിദളിന് സ്വാധീനമുള്ളൊരു സർക്കാർ വരികയാണെങ്കിൽ, അധികാരം ഏൽക്കുകയാണെങ്കിൽ, പഞ്ചാബിലെ തൊഴിലവസരങ്ങൾ പഞ്ചാബിലെ പൗരന്മാർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തും. എത്ര അപകടകരമാണെന്ന് നോക്കുക. ഇതാണ് ഒരു പൊതു സാഹചര്യം. പല രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം എന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിട്ടുള്ള സംസ്ഥാനം എന്ന് കേരളമാണ്. അതായത് ഈ അതിഥി തൊഴിലാളികൾക്ക് ഇന്ന് 1000 രൂപയിൽ താഴെ തൊഴിലെടുക്കുന്ന ഒരു അതിഥി തൊഴിലാളിയുമില്ല ഒരു വശത്തത്. രണ്ടാമത്തെ സാധനം ഈ സ്റ്റാർട്ടപ്പുകൾ. ഈ സ്റ്റാർട്ടപ്പ് പണ്ടൊരു എഞ്ചിനീയറിങ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ ബോംബെ പോകുന്നു, അല്ലെങ്കിൽ ഡൽഹി പോകുന്നു, അതല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നു. അങ്ങനെ ചിന്തിച്ച ഒരു അഭ്യസ്തവിദ്യനായ മലയാളി ഇന്ന് സ്വന്തം വീട്ടിലിരുന്ന് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല ഈ IT പ്രൊഫഷണൽസും നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് അവർ തൊഴിലെടുക്കുന്നു. നമ്മുടെ ഇവിടെ ഈ കാക്കനാട് ഇവിടെ നമ്മുടെ കഴക്കൂട്ടത്ത് വന്ന് തൊഴിലെടുക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ബദൽ, ഒരു ആഗോളവൽക്കരണത്തിനുള്ള ബദൽ എന്താണെന്ന് കൃത്യമായി ഈ സംസ്ഥാനം തെളിയിക്കുന്നു. അതാണ് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. 1ാം വാർഷികത്തിൻ്റെ ദിവസം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കൂട്ടര് കൂടിയുണ്ട് ഇവിടെ. അത് നമ്മുടെ പ്രതിപക്ഷമാണ്. അതായത് ഈ പ്രതിസന്ധികളിൽ കൂടി മുഴുവൻ നമ്മൾ കടന്നു വരുമ്പോഴും പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ UDF നേതാക്കന്മാരും പറഞ്ഞത് മിസ്മാനേജ്മെൻറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ധനപ്രതിസന്ധിയിൽ. ഇപ്പോൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നു അങ്ങനെയല്ല, ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കണക്കുകൾ സഹിതം വെക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എണീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന്. അവസാനം നിവൃത്തിയില്ലാതെ നമ്മൾ സുപ്രീം കോടതിയിൽ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ കണക്കുകളെല്ലാം സത്യമാണെന്നും ജനങ്ങളുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിച്ച കണക്കുകളിൽ 1 രൂപയുടെ പോലും വ്യത്യാസമില്ലെന്നും ഈ നാട് തിരിച്ചറിയുന്നത്. അതിനുശേഷം പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതായത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ജനങ്ങളെ, ഇപ്പം സർക്കാരിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മോൻ ചത്തിട്ടാണെങ്കിലും മരുമോളുടെ കണ്ണീര് കാണണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം, അത് പറയാതെ പോകുന്നത് ശരിയല്ല ഈ ഒരു വാർഷിക ദിനത്തിൽ. പിണറായി സർക്കാർ പ്രകടന പത്രികയിൽ 600 കാര്യം പറഞ്ഞു, 600 കാര്യവും നടപ്പിലാക്കി. നിസ്സാരമല്ലത്. ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ ശ്രീധരൻ പിള്ള പണ്ടൊരിക്കലിരുന്ന്
ഒരു പരിപാടിയിലിരുന്ന് പറഞ്ഞ ഈ പ്രകടന പത്രികയൊക്കെ ഒരു തമാശയല്ലേ, ഇത് ആരെങ്കിലും കണക്കിലെടുക്കുന്നുണ്ടോ? അതാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. ഇവിടെ പിണറായി വിജയനെ കുറിച്ച് പറയുന്നുണ്ട്, പിണറായി പറയുന്നതേ ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, അത് തമാശയുമല്ല. പല ആൾക്കാരും തമാശ രീതിയിൽ അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇച്ഛാശക്തിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ 600 കാര്യം നടപ്പിലാക്കി. സർക്കാർ വരുമ്പോൾ പൊതുവിതരണ ശൃംഖലയിൽ, അതായത് അവശ്യ സാധനങ്ങളുടെ വില കൂടില്ല എന്നൊരു തീരുമാനമെടുത്ത് അത് കൂട്ടിയില്ല തന്നെ. സപ്ലൈകോയിൽ വലിയ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ അത് ചില ഐറ്റത്തിന് വില കൂട്ടേണ്ടി വന്ന സാഹചര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവസാനം അത് ചെയ്യുകയും ചെയ്തു. ഇതാണ് പറയുന്നത് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രകടന പത്രിക ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രമാകുമ്പോൾ CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന് അതൊരു തന്ത്രമല്ല, അതവരുടെ നിലപാടാണ്, ഇച്ഛാശക്തിയാണ്, നടപ്പിലാക്കുന്ന കാര്യമാണ് എന്ന് പ്രകടന പത്രിക ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ കാട്ടിക്കൊടുത്ത ഒരു സർക്കാരാണെന്ന് കൂടി പറയേണ്ടി വരും. 3 ബൈപ്പാസുകൾ, തലശ്ശേരി ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ്, ഈ 3 ബൈപ്പാസുകളുടെയും ഉദ്ഘാടനം നടക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ 10-8 വർഷ കാലയളവിലാണ്. കേരള വികസനം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജിൽ കയറി എന്ന് വർത്തമാനം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. കേരളത്തിൻ്റെ ഓരോ മുന്നേറ്റവും ഇതിലിപ്പോൾ നമുക്ക് കേരളത്തെ എന്താ പറയുക, കേരളം ഒരു ഒറ്റ വില്ലേജായി മാറുന്ന, ഒരു ചെറിയ ഗ്രാമമായി മാറാൻ പ്രാപ്തമാക്കുന്ന കേരയിൽ എന്ന് പറയുന്ന പദ്ധതി മുടക്കിയത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള വലിയ ചോദ്യം ഇതിൻ്റെ അകത്ത്. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും ലാഭമുണ്ടാക്കുന്ന, ഏറ്റവും ഒക്യുപ്പൻസി ഉള്ളത് കേരളത്തിലോടുന്ന വന്ദേ ഭാരതാണ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തിന് കേരയിൽ വേണം എന്നൊരു നിലപാടിലേക്ക് കേരളത്തിലെ സർക്കാർ വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക വീക്ഷണവും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇല്ലാതായി പോയതുകൊണ്ടാണ് ആ പദ്ധതിക്ക് മുടക്കമുണ്ടായത്. BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ ഈ നാട്ടിൽ ഒന്നും വരുന്നതിന് അവർക്ക് താല്പര്യമല്ല. പക്ഷേ UDFനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ കേരള ജനതയ്ക്ക് മുന്നിൽ അവർ മറുപടി പറയേണ്ടി വരും. അതേപോലെ ഒറ്റ കാര്യം കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത് ഒരു അഴിമതി പോയൊരു അഴിമതി ആരോപണമില്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു ചെറിയ സാമുദായിക സംഘർഷം പോലും, ഒരു വർഗീയ കലാപം ഒന്നും ഉണ്ടാവാത്ത ഒരു സംസ്ഥാനമാണ് ഇത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വർഗീയ സംഘർഷങ്ങളാൽ, സാമുദായിക പ്രശ്നങ്ങളാൽ നിരന്തരം ബുദ്ധിമുട്ടുകയാണ്. ആ സമയത്ത് എനിക്ക് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ സാമുദായിക സൗഹാർദ്ദം. അത് 100% ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. അതെ, ഇപ്പോൾ ഈ ചർച്ചയ്ക്കുള്ള സമയം തീരുകയാണ്. ഈ തീവ്ര മുതലാളിത്ത വികസനത്തിൻ്റെ പാതയിൽ ലോകം ആകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനകീയ വികസനത്തിൻ്റെ ഒരു തുരുത്തായി കേരളം നിൽക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതിലൂടെ കാഴ്ചവെക്കുന്ന ചെയ്തികളുടെ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലാകെയുള്ള പ്രതിലോമകാരികൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു ഭൂതം പഴയ യൂറോപ്പിനെ വേട്ടയാടി എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ഭൂതം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വേട്ടയാടുകയാണ്. അത് ബദൽ വികസനം എന്ന കാഴ്ചപ്പാടിൻ്റെ ഭൂതമാണ്. അത് കേരളത്തിൽ നിന്നാണ്. അന്നവിടെ ഈ പോപ്പും സാറും മെൽനിക്കും ഒക്കെ കൂട്ടരുമൊക്കെ ജർമ്മൻ പോലീസുകാർ വരെയുള്ളവരാണ് ഇതിനെതിരാളികളായിട്ടൊരു വിശുദ്ധ സഖ്യം രൂപീകരിച്ചത് എന്ന് മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇന്ത്യയിലെ പ്രതിരോധകാരികളെല്ലാവരും ഈ സർക്കാരിനെ അങ്ങനെ ഭയത്തോടെ നോക്കുന്ന ഒരു കാലവും കൂടിയാണ്. ആ കാലത്ത് ആണ് പിണറായി വിജയൻ സർക്കാർ തനിക്ക് തങ്ങളാൽ കഴിയുന്ന ചിലത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വയ്ക്കുന്നത്. ഈ സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ഈ സർക്കാരിൻ്റെ തലയിലെ ഇല്ലാത്ത തൂവലായി മാറുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരയിൽ ആരാണത് ഇല്ലാതാക്കിയത്? ആരാണ് അത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കി നടപ്പാക്കേണ്ട ബാധ്യതയുണ്ടായിരുന്ന പ്രതിപക്ഷം എന്താണ് ചെയ്തത്? ഇതൊക്കെ കേരളത്തിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ പിറന്നാൾ ചിന്തകൾ ഞങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഈ ചിന്തകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പിറന്നാൾ ചിന്തകളിലേക്ക് ഇതുകൂടി ചേരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.